രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് UDF നിർദ്ദേശപ്രകാരമെന്ന് CPIM നേതാവ് എളമരം കരീം. ലക്ഷ്യം കാണാതെ വന്നപ്പോൾ രാഹുലിനെ ബലിയാടാക്കുകയാണെന്നും എളമരം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെറുപ്പമൊന്നും അല്ല പ്രശ്നം. രാഹുൽ മാങ്കൂട്ടം ഒറ്റക്ക് അങ്ങനെ പോയി ഒരു എന്താ പറയുക പരിഹാസ്യരാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടം അല്ലല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, ഇവരുടെയൊക്കെ വിശ്വസ്തനാണ്, അവരുടെ ഒരു സ്പോക്സ്മാൻ എന്ന നിലയിൽ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുള്ള ഒരാളാണ്. അതെ, പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ദൗത്യം വിജയിച്ചിരുന്നെങ്കിൽ ഇവർ തള്ളി പറയുമായിരുന്നു. അന്നത്തെ ചർച്ചയിൽ ആ രാത്രിയിൽ അൻവറുമായി എന്തെങ്കിലും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൻ്റെ ജേതാവായിരിക്കും രാഹുൽ. തോറ്റപ്പോൾ പരിഹാസ്യരായി, മാധ്യമങ്ങൾ ഇടപെട്ടു, എല്ലാവരും വിമർശിച്ചു. അപ്പോൾ ഒരു ബലിയാടിനെ വേണം. ആ ബലിയാടായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. യഥാർത്ഥത്തിൽ UDF അൻവറിൻ്റെ കാല് പിടിച്ചെങ്കിലും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ പോയത്. അത് പരാജയപ്പെട്ടു എന്ന് മാത്രം.